ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലെ ധ്യാനത്തിനായി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഒരിടത്ത് അഹങ്കാരിയും ആരെയും ബഹുമാനിക്കാതെ എല്ലാവരെയും നിന്ദിക്കുന്നവനുമായ ഒരു പ്രഭുകുമാരനുണ്ടായിരുന്നു. മകൻ്റെ അഹങ്കാരവും എല്ലാവരോടുമുള്ള നിന്ദാഭാവവും പ്രഭുവിനെ വളരെയേറെ വേദനിപ്പിച്ചിരുന്നു. പ്രഭു അവനെ തിരുത്തുവാൻ സ്വീകരിച്ച മാർഗങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഒരിക്കൽ ആ പ്രഭുവിൻ്റെ സ്നേഹിതനായ ഒരു പണ്ഡിതൻ പ്രഭുവിൻ്റെ ഭവനത്തിലെത്തി. സംസാരമധ്യേ തൻ്റെ മകൻ്റെ കാര്യം പ്രഭു സ്നേഹിതനോട് പറഞ്ഞു. 1-2 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം കുമാരനുമായി സൗഹൃദം സ്ഥാപിച്ചു. തുടർന്ന് ആ സ്നേഹിതൻ അവനോട് ചോദിച്ചു, നിനക്ക് നിന്റെ പിതാവിനെ പോലെ വലിയ ജ്ഞാനിയാവേണ്ടേ? അവൻ പറഞ്ഞു, നിശ്ചയമായിട്ടും വേണം. പക്ഷേ അതെങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന ഒരു വേപ്പ് മരം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ഓരോ ഇല ഓരോ ദിവസവും കഴിച്ചാൽ മതി. കുമാരൻ വേഗത്തിൽ തന്നെ ഒരില പറിച്ച് വായിലിട്ട് ചവച്ചു. അതിൻ്റെ കയ്പ് കാരണം അവനത് തുപ്പിക്കളയുക മാത്രമല്ല, ആ മരം കൂടെ വെട്ടുവാൻ ആജ്ഞാപിച്ചു. അപ്പോൾ സ്നേഹിതൻ അവിടെ എത്തി. എന്താണ് ഈ മരം വെട്ടുന്നത് എന്ന് ചോദിച്ചു. കുമാരൻ പറഞ്ഞു, ഇത് കയ്ക്കുന്ന മരമാണ്. ഇതിൻ്റെ ഇല തിന്ന് ആരും ജ്ഞാനികളാവില്ല. അപ്പോൾ ആ ജ്ഞാനി അവനോട് പറഞ്ഞു, നമുക്ക് കയ്പ് തോന്നുന്നതിനെ എല്ലാം നശിപ്പിച്ചാൽ മറ്റുള്ളവർക്ക് കയ്പ് തോന്നുന്നതിനെ അവരും നശിപ്പിക്കും. മറ്റുള്ളവരോടുള്ള നിന്ദാഭാവവും നമ്മുടെ അഹങ്കാരവും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെയും കയ്പുള്ളതാക്കും. ആകയാൽ എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇടപെടുവാൻ കഴിയണം, അല്ലെങ്കിൽ നാമും നശിക്കപ്പെടും. മറ്റുള്ളവരെ ആദരിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മറ്റുള്ളവരെ ആദരിക്കുവാൻ കഴിയണമെങ്കിൽ അവരിൽ എന്തെങ്കിലും ശ്രേഷ്ഠത കാണുവാൻ നമുക്ക് കഴിയണം. അവരെന്നെ നിന്ദിക്കുന്നവരുടെ ഭാവം ഞാനാണ് ശ്രേഷ്ഠൻ എന്നാണ്. എന്നാൽ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട്. പണ്ഡിതരും അധ്യാപകരും ഭക്തന്മാരും പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരും. അങ്ങനെ ആരെല്ലാം നമ്മേക്കാൾ ഉന്നതരാണ്? ശരിയായി ഒന്ന് വിചിന്തനം ചെയ്താൽ എല്ലാവരും നമ്മേക്കാൾ ശ്രേഷ്ഠരല്ലേ? സാമ്പത്തികമായി നമ്മേക്കാൾ വളരെ പ്രയാസപ്പെടുന്നവരെങ്കിലും നമുക്കില്ലാത്ത എത്രയോ സദ്ഗുണങ്ങൾ അവരിലുണ്ടാവും. നമ്മെ സമീപിക്കുന്ന യാചകരിൽ പോലും എന്തെല്ലാം ശ്രേഷ്ഠ ഗുണങ്ങളുണ്ടാവും. ആക്രിസാധനങ്ങൾ കൊണ്ടുപോകാൻ വരുന്നവരിൽ വിശ്വസ്തരായുള്ള എത്ര ആളുകളുണ്ട്? അവരൊക്കെ എത്ര ശ്രേഷ്ഠരും ബഹുമാനരും ആണ്. പക്ഷേ സമ്പന്നരെയും സമൂഹത്തിൽ ഉന്നതരായവരെയും മാത്രമേ ബഹുമാനിപ്പാൻ നാം പഠിച്ചിട്ടുള്ളൂ. ഉന്നതരെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരെയും ബഹുമാനിപ്പാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അങ്ങനെ ശ്രേഷ്ഠതയുള്ളവരായി തീരുവാൻ നമുക്കും സമർപ്പിതരാകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മറ്റുള്ളവരെ ആദരിക്കുവാനും മറ്റുള്ളവരെ വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രഭാതത്തിലെ ഈ ചിന്തയിലൂടെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് കർത്താവെ പരിശോധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.